ഇല്ലായ്മയിൽ നിന്ന് വളർന്നവൻ, ശൂന്യതയിൽ നിന്ന് ഗോളുകൾ സൃഷ്ടിച്ചവൻ, കറുത്തമുത്ത്, 5-ാം വയസ്സിൽ 5 വർഷം പഠിച്ചവൻ. സ്കൂളിൽ വൈകി വരുന്ന അയനിവളപ്പിൽ മണി വിജയനെ കണ്ട് ടീച്ചർ ചോദിച്ചു, എവിടെയാണ് നീ കളിക്കാൻ പോകുന്നതെന്ന്. അവൻ പറഞ്ഞു, ടീച്ചറെ, കളിക്കാൻ പോയതല്ല, അരി വെന്തില്ലായിരുന്നു വീട്ടിൽ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ എവിടുന്നെങ്കിലും കടം മേടിച്ചിട്ടാണ് അരി വെച്ചിരുന്നത്, അതുകൊണ്ടാണ് താമസിച്ചത്. പിന്നെ ടീച്ചർ അവനു വേണ്ടി ഒരു പൊതി കൊണ്ടുവരുമായിരുന്നു. അച്ഛനൊരു ഹോട്ടലിലെ വിറക് വെട്ടുകാരൻ, അമ്മ ആക്രി പെറുക്കാൻ പോയി കുടുംബം നോക്കിയവൾ. ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ്സിടിച്ച് മരണപ്പെട്ടു. പിന്നെ കുടുംബഭാരം മുഴുവൻ അമ്മയുടെ തലയിൽ. വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി. വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. 1982 തൃശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ 10 പൈസ കമ്മീഷനിൽ സോഡ വിറ്റ് നടക്കുകയായിരുന്നു. എന്നെ വളർത്താൻ ഈ തൃശ്ശൂരങ്ങാടി മുഴുവൻ അമ്മ ആക്രി പെറുക്കി നടന്നിട്ടുണ്ട്. വിജയൻ ഇത് പറഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടായിരുന്നു. പഴയ കുപ്പിയും പാട്ടയും പത്രം ഇവ ചാക്കിൽ പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ആ വരുമാനം കൂടി ചേർത്താണ് പട്ടിണി മാറ്റിയത്. ഉച്ചയ്ക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പെറുക്കിയിരിക്കുന്നുണ്ടാവും. എല്ലാം വെച്ച് അമ്മയെത്താൻ രാത്രി 8 മണിയാകും. പാലസ് ഗ്രൗണ്ടിലും പരിസരത്തുമൊക്കെയായി പന്ത് കളിച്ച് നടക്കുന്നുണ്ടാവും വിജയൻ. പിന്നെ കൃഷ്ണഭവൻ ഹോട്ടലിന് മുന്നിൽ വിജയനും ജ്യേഷ്ഠൻ ബിജുവും ക്ഷീണിച്ചവശരായി വരുന്ന അമ്മയെ കാത്തിരിക്കും. ഭക്ഷണപ്പൊതി ഉണ്ടാവും അമ്മയുടെ കയ്യിൽ. അതായിരുന്നു ഒരു ദിവസത്തെ ഭക്ഷണം. പാട്ടുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളി തുടങ്ങി. പഠിത്തത്തിൽ വട്ടപൂജ്യമായിരുന്നെങ്കിലും ഫുട്ബോൾ കളിച്ച് ഹീറോയായി. CMSലായിരിക്കെ ജില്ലാ സംസ്ഥാനതല സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ജോസ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത്. 3 വർഷ ക്യാമ്പിൽ ചേർത്തത് അദ്ദേഹമാണ്. മുൻ അന്താരാഷ്ട്ര താരം TK ചാത്തുണ്ണിയായിരുന്നു ക്യാമ്പിലെ കോച്ച്. 1987 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി. DGP KJ ജോസഫിനായിരുന്നു പോലീസ് ടീമിന്റെ ചുമതല. അന്ന് 17.5 വയസ്സ് മാത്രമാണ് പ്രായം. 6 മാസം ഗസ്റ്റ് കളിച്ചു. 18 കഴിഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു. അങ്ങനെയാണ് IM വിജയൻ പോലീസ് ആവുന്നത്. 1991 പോലീസ് വിട്ട് കൊൽക്കത്ത മോഹൻ ബഗാനിലേക്ക് കളിക്കാൻ പോയി. 92 പോലീസിൽ തിരിച്ചെത്തി. 93 വീണ്ടും പോലീസ് വിട്ട വിജയൻ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, JC ടീമിൽസ് ഫഗ്വാര, FC കോച്ചിങ്, ചർച്ചിൽ ബ്രദേഴ്സ് ക്ലബ്ബുകളിൽ കളിച്ചു. 1991 മുതൽ 2003 വരെ 12 വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ഥിര സാന്നിധ്യം. 2000-2004 കാലത്ത് ഇന്ത്യൻ നായകനുമായി. 88 കളിയിൽ 39 ഗോളുകൾ നേടി. 2006 കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൽ നിന്ന് പ്രൊഫഷണൽ ഫുട്ബോളിനോട് വിട പറഞ്ഞു. ASI ആയാണ് തിരികെ പോലീസിൽ പ്രവേശിക്കുന്നത്. 2021 MSP അസിസ്റ്റന്റ് കമാൻഡന്റായി. 2002 രാജ്യം അർജുന പുരസ്കാരവും 2025 പത്മശ്രീയും നൽകി ആദരിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.